എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വൈകുന്നേരം വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ നടന്ന് ചെന്നെത്തിയതാകട്ടെ ഒരു കൃഷിത്തോട്ടത്തിലും. ഈ കൃഷിത്തോട്ടത്തിൽ വന്നപ്പോൾ കണ്ടതാകട്ടെ കൊയ്ത്ത് കഴിഞ്ഞ പാടവും കൊയ്ത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന പാടവും നമുക്കിവിടെ കാണാം. ഇവിടെയാകട്ടെ കൊയ്ത് കഴിഞ്ഞ കതിര കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ കാണുന്ന ട്രാക്ടർ കൊയ്ത്ത് കഴിഞ്ഞ കതിര് പാടശേഖരത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നഗരത്തിനോട് അടുത്തുള്ള സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ കൃഷിസ്ഥലം കാണാൻ വേണ്ടി ഇവിടെ വന്നതല്ല, നടന്ന് എങ്ങനെയോ ഇവിടെ എത്തിയതാണ്. ഇനി തിരിച്ചു പോകുകയാണ് വന്ന വഴിയിലൂടെ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അങ്ങോട്ടുള്ള റോഡാണ് ഇത്. ഇവിടെ വന്നപ്പോൾ ആകട്ടെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് മേഞ്ഞു നടക്കുന്ന എരുമകളെയും നമുക്ക് കാണാം. ഈ കാണുന്ന ബിൽഡിങ് ഒരു പാല് സംഭരണ കേന്ദ്രമാണ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിൽ ഉള്ളത് അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ കാണുന്ന മൺ റോഡിലൂടെ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഈ റോഡ് സൈഡിൽ കാണുന്നത് വലിയൊരു പുളിമരമാണ്. ഈ റോഡ് പോകുന്നത് എന്തോ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തേക്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. അതെ, ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ റോഡ് ചെന്ന് എത്തിച്ചേരുന്നത് ഒരു പാലത്തിലേക്കാണ്. അതെ, ഇവിടെ രണ്ട് പാലങ്ങൾ കാണാം. ഒന്ന് പുതിയതും മറ്റൊന്ന് പഴയതും. ഇത് ചിത്രാവതി നദിക്ക് കുറുകെ പണിതിട്ടുള്ള പാലങ്ങളാണ്. ഈ പഴയ പാലത്തിലൂടെ പോകാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കുറച്ച് ദൂരെ കുറേ ആളുകൾ ചിത്രാവതി നദിയിൽ നിന്നും മീൻ പിടിക്കുന്നത് കാണാം. നദി നിറയെ പുല്ല് വളർന്നിരിക്കുകയാണ്. ഏതോ ദൂരദേശത്തു നിന്നും വണ്ടിയിലാണ് ഇവർ ഇവിടെ വന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. കുറച്ച് മാറി നിന്നും ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. നദിയിൽ വെള്ളം വളരെ കുറവായതുകൊണ്ട് ചൂണ്ടയും നൂലും ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത്. മീൻ പിടിക്കുന്നത് കാണാനും വളരെ ത്രില്ലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ പാലത്തിലൂടെ വരാൻ തീരുമാനിച്ചത്. ചിത്രാവതി നദിയിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ചൂണ്ടയിൽ മീൻ പിടിക്കുന്നത് വളരെ ക്ഷമ വേണ്ട ഒരു ജോലിയാണ്. അങ്ങനെ മീൻ പിടിക്കുന്നത് കുറേ നേരം നോക്കി നിന്നതിന് ശേഷം ഞാൻ അവിടുന്ന് പോരാൻ തീരുമാനിച്ചു. ചിത്രാവതി നദിയുടെ തീരത്ത് ആ കാണുന്നത് വലിയൊരു ആൽമരമാണ്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചെറിയൊരു അമ്പലവും കാണാം. വീണ്ടും മീൻ പിടിക്കുന്ന അടുത്തേക്ക് വന്നു, എന്തെങ്കിലും കിട്ടിയോന്ന് അറിയാൻ വേണ്ടി. പക്ഷേ നിലവിൽ മീനൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു പാമ്പ് നീന്തിപ്പോകുന്നത് കാണാം. അങ്ങനെ ചിത്രാവതി നദിയിൽ നിന്ന് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് പോരാൻ തീരുമാനിച്ചു. ഇതാണ് ആൽമരത്തിൻ്റെ ചോട്ടിൽ ഉള്ള ചെറിയൊരു അമ്പലം. അതിൻ്റെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്നത് നമുക്ക് കാണാം. ചെറുതാണെങ്കിലും നദിയുടെ തീരത്തുള്ള ഈ അമ്പലം കാണാൻ വളരെ ഭംഗിയുണ്ട്. അതേസമയം പുതിയ പാലത്തിലൂടെ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി വരുന്ന KSRTC ബസ്സിനെ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈകുന്നേര കാഴ്ചകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.